നീ ആരെയാ കല്യാണം കഴിച്ചെന്ന് എന്നോട് പറഞ്ഞില്ല. ഞാൻ ഒരാളെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. അമ്മ അറിയുന്ന ആളാ, വേറെ ആരുമല്ല, നമ്മുടെ അജിത്ത്. അവൻ നേരത്തെ കല്യാണം കഴിഞ്ഞവനാ. എന്തായി പറയുന്നേ? അങ്ങനെ ഉണ്ടാവില്ലമ്മേ, അങ്ങനെ ഉണ്ടാവില്ല ഒരിക്കലും. ശരി കൊച്ചേ, അവന് നേരത്തെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി. അവന് ഭാര്യയുള്ള കാര്യം നിനക്കറിയില്ലേ? അറിയില്ല. അഹങ്കാരി. അന്യരുടെ ജീവിതം നശിപ്പിക്കുന്നവൾക്ക് ഇവിടെ സ്ഥാനമില്ല. മിനി എന്തിനാ കരയുന്നേ? ഇങ്ങനൊരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് എന്നെ കല്യാണം കഴിച്ചത് എന്തിനായിരുന്നു? എന്താ? എനിക്ക് നിങ്ങളെ കാണണ്ട. ദേഷ്യപ്പെടാതെ മിനി, ഞാൻ പറയുന്നതൊക്കെ. മിനിയോട് ഞാൻ മാപ്പ് ചോദിക്കാനാ വന്നത്. ഞാൻ നശിച്ചവളല്ലേ, ഒന്നിനും കൊള്ളാത്തവളല്ലേ ഞാൻ. അതല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഒരു മഹാപാപിയായ നിന്നെ എനിക്ക് കാണണ്ടേനി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്കൊരു നല്ല ജീവിതം തരണമെന്ന് വിചാരിച്ച ഞാനിത് മുഴുവൻ ചെയ്തത്. എന്നോട് ക്ഷമിക്കൂ. പുറത്തു പോകാൻ അടി കിട്ടിയവർക്ക് അതിന്റെ വേദന അറിയൂ. ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞ മതിയോ? നിങ്ങളെ വിശ്വസിച്ചില്ലേ എന്ന് വേണം പറയാൻ. വന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾ പോ. അല്ല മിനി, ഞാൻ കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? പോകാനാ പറഞ്ഞത്. ഞാൻ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുന്ന കാണാൻ നിങ്ങൾ പോ. എനിക്ക് എല്ലാവരും പൈസ കൊടുക്കാതെ പറ്റിച്ചു. എന്താണ് ഇങ്ങനെ എല്ലാവരും എന്നെ വഞ്ചിക്കുന്നത്? ചേച്ചി എന്റെ പഠിപ്പിനെ കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നത്. സുനിത, നീ എപ്പോഴാ വന്നത്? നീ എന്തൊക്കെയാ പറഞ്ഞത്? പണം എന്നെ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്തേക്കാം, ഞാൻ ഇനി തുടർന്ന് പഠിക്കുന്നില്ല. എന്റെ പഠിപ്പ് നിർത്തിയേക്കാം. മതിയോ? എടേ, എന്റെ മുഖത്ത് നോക്കി ആളുകൾ പറയുന്നു ചേച്ചി കഷ്ടപ്പെടുകയാണെന്ന്. ഞാൻ കഷ്ടപ്പെടുന്നതൊക്കെ നീ പഠിക്കാനായിട്ടല്ലേടി? അതൊക്കെ വെറുതെ ആയി പോന്ന് തോന്നുന്നു. ചേച്ചി, നിന്റെ അടുത്ത് നിന്ന് ചേച്ചി ഒരു സത്യം മറച്ചു വെച്ച മോളെ. അതിന് ചേച്ചി ഇപ്പോഴൊക്കെ എന്റെ അടുത്തൊന്നും പറയാറില്ല. ഞാൻ പറയാം, അതതിന്റെ നേരം വന്നാലല്ലേ പറയാൻ പറ്റൂ. എന്താ പറയുന്നേ? ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റായ തൊഴിലാണ്. ഏതൊരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്യുന്നത്. അയ്യോ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? മറന്നേക്ക്. ഞാനീ പറഞ്ഞതൊക്കെ നീ മനസ്സിനെ മാറ്റിക്കളയണം. എങ്ങനെ കഴിയും? കഴിയണം. എല്ലാം നമ്മുടെ കയ്യിലാണുള്ളത്, മനസ്സിലായോ? ഈ തൊഴിൽ ചേച്ചിക്ക് നിർത്തിക്കൂടെ? എന്താ പറഞ്ഞേ? നിന്നെ പഠിപ്പിച്ച് എനിക്ക് വലിയ ആളാക്കണം. ഇനി എന്നെ കാണാൻ ഇവിടെ വരണ്ട. എന്റെ അനിയത്തിയാണ് നീ എന്ന് പുറത്താരോടും പറയും വേണ്ട. ഇത് പുറം ലോകത്തിന് മാത്രമാ, കേട്ടോ? നീ എപ്പോഴും എന്റെ പൊന്നെ അനിയത്തി തന്നെയാ.